പ്രിയ സഹോദരങ്ങളെ, ഓസ്ട്രേലിയൻ കനാനയ കാത്തലിക് മിഷനിലെ പിതൃവേദിയുടെയും മാതൃവേദിയുടെയും നേതൃത്വത്തിൽ നോമ്പുകാല വചനചിന്തകളുടെ ഈ വീഡിയോ ക്ലിപ്പിലേക്ക് യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നേടിയിരിക്കുന്ന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 17-ാമത്തെ വചനമാണ്. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. നമുക്കറിയാം, മലാഖമാർ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ഈശോയെക്കുറിച്ച് പറഞ്ഞ് ആട്ടിടയന്മാർ ബെത്ലഹേമിൽ ചെന്ന് ഈശോയെ കണ്ടു. അതിനുശേഷം അവർ കണ്ടുമുട്ടിയ ഈശോയെ മറ്റുള്ളവരോട് പറയുന്ന സംഭവം. ഉദ്ധാനം ചെയ്ത ഈശോ തൻ്റെ അപ്പസ്തലന്മാരെ ഏൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഇതിനെ സഹായിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിൽ 8 നമ്മൾ കാണുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഈ നോമ്പുകാലത്ത് നമ്മളറിഞ്ഞ ഈശോയെ, നമ്മൾ കണ്ടുമുട്ടിയ ഈശോയെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ സഹായിക്കുക തന്നെ ചെയ്യും. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും വലിയ ചാരിറ്റി എന്ന് പറയുന്നത് ഇവാഞ്ചലൈസേഷൻ. ഈശോയെ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു ചാരിറ്റി ഇല്ല, വലിയൊരു കാര്യമില്ല. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 36-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ: കർത്താവെ, ഞങ്ങളങ്ങെ അറിഞ്ഞതുപോലെ ഇവരും അങ്ങെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റോട്ടത്ത് താമസിക്കുന്ന സകല മനുഷ്യരെ ഈശോയെ അറിയാനിടയാകും. നമുക്ക് ഈ നോമ്പുകാലത്ത് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മളറിഞ്ഞ ഈശോയെ, നമ്മൾ കണ്ടുമുട്ടിയ ഈശോയെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു അഭിഷേകം, ഒരു കൃപ നമുക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.